എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബമെന്ന് പറഞ്ഞാൽ ആരാ? ഈ കാണുന്ന ഓളമൊന്നുമല്ല സഹോദരാ. കുടുംബമെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? കുടുംബത്തിന്റെ വില എന്തെന്നറിയോ? കുടുംബത്തിന്റെ മഹിമ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യാസീൻ പാരായണം ചെയ്യുന്നവരാ. ആ യാസീൻ എന്ന് പറയുന്ന സൂറത്തിന്റെ അകത്തൊരായത്ത് കാണാം. في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന ഞാനും നിങ്ങളും എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. പഠിച്ചവരെ, അല്ലാഹു എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ജോലിയില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, പ്രയാസമില്ല. അവിടെ വഅദ് കേൾക്കണ്ട, വഅദ് പറയണ്ട, സദഖ കൊടുക്കണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഒരു നന്മയും ചെയ്യണ്ട. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുതെന്ന് പറയാൻ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ലടോ. എന്ത് വേണമെങ്കിലും തിന്നാ, എന്ത് വേണമെങ്കിലും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പടച്ചറബിൻ